മാലയിട്ട് കഠിനവ്രതം നോറ്റ് ശബരിമല യാത്രയ്ക്കൊരുങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങയിൽ നിറക്കുന്ന നറുനെയ്യ് തൻ്റെ ജീവാത്മാവായാണ് സങ്കല്പിക്കുന്നത്. മല കയറി 18-ാം പടി ചവിട്ടി ശ്രീ ധർമ്മശാസ്താവിൻ്റെ മുന്നിലെത്തി നറുനെയ്യ് അയ്യപ്പനിൽ അർപ്പിക്കുന്നു. നറുനെയ്യ് നീക്കിയ തേങ്ങയെ ജഡശരീരമായാണ് കണക്കാക്കുന്നത്. അത് പിന്നീട് ദഹിപ്പിക്കുന്നു. ഈ ദഹന പ്രക്രിയ നടക്കുന്നത് ശബരിമലയിലെ മഹാ ആഴിയിലാണ്. ശബരിമല സന്നിധാനത്തിലെ മഹാ ആഴി ഒരു അത്ഭുതം തന്നെ. അതിന് സമീപത്തെ അരയാലും. ആകാശത്തോളം പടരുന്ന ആഴിയിലെ അഗ്നിസ്ഫുലിംഗങ്ങൾ സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ചൈതന്യമേകുന്ന കാഴ്ചയാണ്. വ്രതശുദ്ധിയുടെ നിറവിൽ കാനനപാതയുടെ കാഠിന്യം പേറുന്ന പാദങ്ങളുമായി സന്നിധാനത്തണയുന്ന ഭക്തർ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി നിർവൃതിയോടെ മടങ്ങുമ്പോൾ ആഴിയിലേക്ക് നാളികേരം എറിയുന്നു. ദർശനകാലത്ത് രാപ്പകൽ ഭേദമന്യേ ഇടമുറിയാതെ വീഴുന്ന നാളികേരം എരിയുന്ന അഗ്നിശോഭയിൽ ഈ മഹാ അഗ്നികുണ്ഡം കൊടും കാടിൻ്റെ ഉച്ചിയിൽ വിശ്വാസത്തിൻ്റെ ചൂടും വെളിച്ചവും പകർന്ന് മണ്ഡലകാലം കഴിയും വരെ അണയാതെ ആഞ്ഞു കത്തുന്നു. ശബരിമല സന്നിധാനത്ത് ആഴിയോട് ചേർന്ന് നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ആൽമരവും ഭക്തർക്ക് അത്ഭുതം തന്നെയാണ്. ആഴിയിൽ നാളികേരങ്ങൾ കത്തിയെരിയുന്നതിൻ്റെ കനത്ത ചൂട് വർഷങ്ങളായി ഏറ്റുവാങ്ങിയിട്ടും മരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ല. അതിന് പുതിയ ഇലകൾ തളിർത്തുകൊണ്ടേയിരിക്കുന്നു. തുള്ളിക്കൊരുകുടം പേമാരി പെയ്താലും ശബരിമലയിലെ മഹാ ആഴി അണയുന്നില്ല. സമീപത്തെ ആൽമരത്തിന് ഒരു വാട്ടവും സംഭവിക്കുന്നുമില്ല. വർണ്ണനാതീതമാണ് സന്നിധാനത്തെ വിശേഷങ്ങൾ. മഹാ അത്ഭുതം തന്നെ എന്നേ പറയാനാവൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഇതൊക്കെ കണ്ടോ? ഒരു അൾട്രാ മോഡേൺ സെറ്റപ്പ് ഇല്ലേ? കിച്ചനൊക്കെ ഇങ്ങനെ വേണം പണിയാൻ. പറയാൻ എളുപ്പാ, ബട്ട് പണിയാനാണ് പാട്. കയ്യില് നിക്കില്ല സാറേ. ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കിട്ട് എന്ത് കാര്യം, നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.